കണ്ണൂരിൽ മനു തോമസ് എന്ന ഒരു CPM നേതാവുണ്ടായിരുന്നു. DYFIയുടെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു. CPMൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നാണ് കണ്ണൂരിലെ സുഹൃത്തുക്കളായ മാധ്യമപ്രവർത്തകർ പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം അർജുൻ ആയങ്കി എന്ന് പറയുന്ന ഒരു CPM ഗുണ്ട, മുൻ CPM പ്രവർത്തകൻ, അയാളെ അറസ്റ്റ് ചെയ്ത വാർത്ത കേട്ടപ്പോഴാണ് മനു തോമസിൻ്റെ പേര് ഓർമ്മയിൽ വന്നത്. അദ്ദേഹത്തെ നേരിട്ട് പരിചയമൊന്നുമില്ല, വായിച്ചുള്ള അറിവ് മാത്രമാണ് ഉള്ളത്. അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗമായിരിക്കുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം അദ്ദേഹം പൊതുസമൂഹത്തിൻ്റെ അല്ലെങ്കിൽ പാർട്ടിയുടെ മുമ്പിൽ വെച്ചു. അതായത് കണ്ണൂരിലെ ചില CPM നേതാക്കൾക്ക് ഈ സ്വർണം പൊട്ടിക്കൽ പോലെയുള്ള കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്ന്. അത് വലിയ വിവാദ വിഷയമായി, പാർട്ടിയിൽ ചർച്ചയായി. ഒടുവിൽ പാർട്ടി എന്ത് ചെയ്തു? മനു തോമസിനെ പറഞ്ഞു വിട്ടു. അദ്ദേഹം ഇപ്പോൾ പാർട്ടിയിലില്ല, പാർട്ടിയിൽ പ്രവർത്തിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ 100% ശരിയാണെന്ന് അർജുൻ ആയങ്കിയുടെ അറസ്റ്റോടുകൂടി വ്യക്തമായിരിക്കുക. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആകാശ് തില്ലങ്കേരി, അർജുൻ ആയങ്കി ഇവരൊക്കെ അടങ്ങിയ കുറ്റകൃത്യങ്ങൾ, കേസുകൾ, കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ഇറക്കി കൊണ്ടുവരുന്ന കള്ളസ്വർണം അത് വഴിയിലിട്ട് പിടിക്കുക, അത് സ്വന്തമാക്കുക, അതിന് സ്വർണം പൊട്ടിക്കൽ എന്നാണ് പറയുന്നത്. അതിലൊക്കെ ഈ അർജുൻ ആയങ്കി പ്രതിയായിരുന്നു. അങ്ങനെ 2 സംഘങ്ങൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിൽ ചിലരെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള കേസുകളുമുണ്ട്. ഇതിലൊക്കെ ഉൾപ്പെട്ട് നിന്ന ഒരാളാണ് ഈ അർജുൻ ആയങ്കി എന്ന് പറയുന്നത്. അയാളുടെ അറസ്റ്റോടുകൂടി സത്യം പറഞ്ഞാൽ പ്രതിസന്ധിയിലായിരിക്കുന്ന CPM കണ്ണൂർ ജില്ലയിലെ പാർട്ടിയുടെ പൊയ്മുഖങ്ങൾ അത് അടർന്നു വീഴുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പാർട്ടി അർജുൻ ആയങ്കിയെ തള്ളിപ്പറയുന്നുണ്ട്. MV ജയരാജൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ സാമൂഹിക മാധ്യമ പോസ്റ്റിൽ പറഞ്ഞത് ഈയൊക്കെ പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഒരു കൊട്ടേഷൻ സംഘത്തിൻ്റെ ഭാഗമാണ്. അയാളെ ചങ്കൂറ്റമുണ്ടെങ്കിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അയാളെ അറസ്റ്റ് ചെയ്യണം, പോലീസ് അയാളെ കൃത്യമായിട്ട് അറസ്റ്റ് ചെയ്യണം. അയാൾ എവിടെ പോയി ഒളിച്ചാലും അയാൾ ഇരിക്കുന്നിടത്ത് പോയി അറസ്റ്റ് ചെയ്യണം. അങ്ങനെ തള്ളിപ്പറഞ്ഞു. നേരത്തെയും സ്വർണ്ണക്കടത്ത് കേസ് വന്നപ്പോൾ MV ജയരാജൻ, അന്ന് അദ്ദേഹം ജില്ലാ സെക്രട്ടറിയാണ്, ഈ ആയങ്കി എന്ന് പറയുന്ന ആളിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. ഈ തള്ളിപ്പറച്ചിലും പാർട്ടിയിലെ ഈ അർജുൻ ആയങ്കിയെ പോലെയുള്ള ആളുകളുടെ സാന്നിധ്യവും ഒരു വിഭാഗം ഇത്തരക്കാരെ തള്ളിപ്പറയുന്നതും ഇതൊക്കെ പാർട്ടിയിലെ, കണ്ണൂർ പാർട്ടിയിലെ ചില വിഭാഗീയതയുടെയും കൂടെ ഭാഗമാണ്. ഈ അർജുൻ ആയങ്കി എന്ന് പറയുന്ന ഗുണ്ട, അയാൾ P ജയരാജൻ്റെ ആളായിരുന്നു. ആദ്യകാലത്ത് അയാൾ ഗുണ്ടയാണെന്ന് പറയാൻ പറ്റത്തില്ല. P ജയരാജന് വേണ്ടി പോരാട്ടം നടത്തിയ ഒരാളായിരുന്നു. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് വേണ്ടി വാദിക്കുകയും വീറോടെ പ്രവർത്തിക്കുകയും ചെയ്ത ആളായിരുന്നു. P ജയരാജൻ്റെ വാഴ്ത്തുപാട്ടുകൾ തയ്യാറാക്കി പുറത്ത് പ്രചരിപ്പിക്കുന്നതിലൊക്കെ വലിയ പങ്കുണ്ടായിരുന്നു. അത് പാർട്ടിക്ക് അറിയാമായിരുന്നു P ജയരാജൻ്റെ ആളാണെന്ന്. അവസാനം P ജയരാജന് അദ്ദേഹത്തെ തള്ളിപ്പറയേണ്ടി വന്നു. കാരണം അല്ലെങ്കിൽ പാർട്ടിയിൽ അദ്ദേഹത്തിന് നിലനിൽക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യം ഉണ്ടായി. ഇയാൾ DYFIയുടെ പ്രാദേശിക നേതാവായിരുന്നു. CPMമായി ബന്ധപ്പെട്ട ഒരു ആക്രമണ കേസുകളിൽ പ്രതിയായിരുന്നു, അറസ്റ്റിലായിട്ടുണ്ട്. ഇപ്പോൾ അയാളുടെ പേരിൽ 23 കേസുകളാണുള്ളത്, പല സ്റ്റേഷനുകളിലായിട്ട്. വളപട്ടണം സ്റ്റേഷനിൽ മാത്രം 10 കേസുണ്ടെന്നാണ് പറയുന്നത്. അതുകൂടാതെ പാർട്ടിയുടെ റെഡ് വോളണ്ടിയറായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം ഈ സംഘടിത കൊട്ടേഷൻ പരിപാടികളിലേക്ക് മാറുന്നത്, സ്വർണം പൊട്ടിക്കൽ പോലെയുള്ള പരിപാടികളിൽ. അങ്ങനെയാണ് 23 കേസുകൾ അദ്ദേഹത്തിൻ്റെ പേരിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം പോലീസിനെ വെല്ലുവിളിച്ചു. പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് ആകുമെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യൂ എന്ന വെല്ലുവിളി നടത്തി. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിക്കെതിരായിട്ട് വളരെ മോശമായ ചില പരാമർശങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു. ഇപ്പോൾ അതിൻ്റെ പേരിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സൈബർ പോലീസാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള മറ്റു കേസുകളിലേക്ക് സജീവമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് അർജുൻ ആയങ്കിയുടെ അറസ്റ്റ് കണ്ണൂരിലെ CPMനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് എന്ന് ചോദിച്ചാൽ, അയാൾക്ക് പല നേതാക്കളുമായിട്ടുള്ള ബന്ധമാണ്. അത് അയാൾ തന്നെ കഴിഞ്ഞ ദിവസം ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറയുകയുണ്ടായി. അത് MV ജയരാജൻ്റെ പോസ്റ്റിന് മറുപടിയായിരുന്നു. അയാൾ പറഞ്ഞത്, 5 വർഷമായി ഞാൻ പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, പാർട്ടിക്ക് വേണ്ടി പലതും ചെയ്തിട്ടുണ്ട്, പാർട്ടിക്ക് വേണ്ടി ജയിലിൽ കിടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സഖാവിന് കുത്തേറ്റ സമയത്ത് സ്വന്തം ഭാവിയോ ജീവനോ
അല്ലെങ്കിൽ ജീവിതവും നോക്കാതെ അതിന് ഉത്തരവാദികളായവരെ തല്ലിയതിൻ്റെ പേരിൽ, മർദ്ദിച്ചതിൻ്റെ പേരിൽ, ആക്രമിച്ചതിൻ്റെ പേരിൽ ജയിലിൽ കിടന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ അങ്ങനെ തള്ളിപ്പറയൊന്നും വേണ്ട എന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. ഒടുവിൽ അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു, നിങ്ങൾ എന്നെ സഹായിക്കണ്ട, പിന്തുണയ്ക്കണ്ട, പക്ഷേ പുറകിൽ നിന്ന് കുത്തരുത്. ഈ പുറകിൽ നിന്ന് കുത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടെ നിന്നവരെ, ഒപ്പം നിന്നവർ പിന്നിൽ നിന്ന് കുത്തുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അതിനർത്ഥം ഇയാൾ പാർട്ടിയിൽ സജീവമായിരുന്നു, പാർട്ടിക്ക് വേണ്ടി പലതും ചെയ്തതാണ്, പാർട്ടിക്ക് വേണ്ടി സൈബർ പോരാളിയായിട്ട് നിന്ന ആളാണ്, സോഷ്യൽ മീഡിയയിൽ ആരെയും ആക്ഷേപിക്കാൻ ധൈര്യപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് അയാൾ പറയുന്നത്, എന്നെ നിങ്ങൾ സഹായിക്കുകയൊന്നും വേണ്ട, പക്ഷേ ഇങ്ങനെ പുറകിൽ നിന്ന് കുത്തരുതെന്ന്. ആലോചിച്ച് നോക്കണം, ഇപ്പോൾ സംസ്ഥാനം ഉറ്റുനോക്കുന്ന ഒരു കേസിലെ പ്രതി അയാൾ ഇങ്ങനെ പറയണമെങ്കിൽ അയാൾക്ക് ആ പാർട്ടിയുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നുള്ളത് ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇത് സംബന്ധിച്ച ധാരാളം വാർത്തകളൊക്കെ വരുന്നുണ്ട്. അതിലൊക്കെ പാർട്ടി പ്രവർത്തകരും സഖാക്കളും അവരൊക്കെ അണിനിരന്നിരിക്കുന്നത് അർജുൻ ആയങ്കിയുടെ പിന്നിലാണ്. ഇതിൽ അഭിപ്രായം എഴുതുന്നവരിലൊരു 70% ആളുകൾ അർജുൻ ആയങ്കിക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. അതായത് പാർട്ടി പ്രവർത്തകരുടെയും സഖാക്കളുടെയും മനസ്സ് ഇപ്പോഴും അർജുൻ ആയങ്കിയെപ്പോലെ ഉള്ളവരുടെ കൂടെയാണ്. അവരുടെ പ്രവർത്തികളെ അവർ ന്യായീകരിക്കുകയാണ്. പോലീസിനെ വെല്ലുവിളിച്ചപ്പോൾ വലിയ കയ്യടിയാണ് അർജുൻ ആയങ്കിക്ക് കിട്ടിയത്. അതൊക്കെ CPM-കാരാ, അല്ല കോൺഗ്രസ്സുകാരും BJP-കാരും അതിനെ സപ്പോർട്ട് ചെയ്യില്ല, അതിനെ പിന്താങ്ങയില്ല. അതെല്ലാം CPM-കാരാണ്. MV ജയരാജൻ അർജുൻ ആയങ്കിയെ തള്ളി പറഞ്ഞു. ആ പോസ്റ്റിൻ്റെ കീഴിൽ എത്ര CPM സഖാക്കൾ MV ജയരാജൻ നിശ്ചിതമായിട്ട് വിമർശിച്ചു, പരിഹസിച്ചു. ഇതുമായി ബന്ധപ്പെട്ട പല പോസ്റ്റുകളിൽ അവരുടെ എല്ലാം മനസ്സ് അർജുൻ ആയങ്കിയോടൊപ്പം, അല്ലെങ്കിൽ അർജുൻ ആയങ്കിമാരോടൊപ്പമാണ്, അവരുടെ രീതികളോടൊപ്പമാണ്, അവരുടെ ശൈലിയോടൊപ്പമാണ്. അയാൾക്കെതിരായിട്ടുള്ള കേസുകൾ, വധശ്രമമുണ്ട്, മറ്റുള്ളവരെ ആക്രമിച്ചതുണ്ട്, കവർച്ചയുമായി ബന്ധപ്പെട്ട കേസുകളുണ്ട്. അതിനെയൊക്കെ ന്യായീകരിക്കുകയാണ് കേരളത്തിലെ സഖാക്കൾ അല്ലെങ്കിൽ പ്രവർത്തകർ. എന്തൊരു സാഹചര്യമാണെന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ പാർട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ പരാജയപ്പെട്ട് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാതെ തപ്പിത്തടയുക. അപ്പോഴാണ് ഇത്തരത്തിലുള്ള ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിൽ നിന്നൊന്നും മാറി നിൽക്കാൻ വേണ്ടി ആ തത്രപ്പാടോടുകൂടി പാർട്ടിയിലെ ചില നേതാക്കൾ അവരെ തള്ളി പറയുമ്പോൾ ഇത്തരത്തിലുള്ള ഗുണ്ടകൾക്ക് അനുകൂലമായിട്ടുള്ള പ്രതികരണങ്ങളുമായിട്ട് പാർട്ടി പ്രവർത്തകരും സഖാക്കളും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നത്. അർജുൻ ആയങ്കി പറഞ്ഞല്ലോ, എന്നെ പിന്തുണയ്ക്കുകയൊന്നും വേണ്ട, പക്ഷേ പുറകിൽ നിന്ന് കുത്തരുത്. ആ ഒരു പ്രയോഗത്തിനാണ് സഖാക്കളുടെ ഇടയിൽ നിന്ന് ഏറ്റവും വലിയ കയ്യടി കിട്ടിയത്. അതിൻ്റെ അർത്ഥം എന്താണ്? പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെ നിന്നവരെ, അവർ ഗുണ്ടകളാണെങ്കിലും കൊട്ടേഷൻ സംഘക്കാരാണെങ്കിലും സ്വർണം പൊട്ടിക്കലുകാരാണെങ്കിലും തള്ളിപ്പറയാമോ, അവരെ ഉപേക്ഷിക്കാമോ? ആ ചർച്ചയാണ് ഇപ്പോഴും പാർട്ടിക്കുള്ളിൽ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അളവിലുള്ള 23 കേസുകളിൽ അതിൽ 95% കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് എടുത്തിട്ടുള്ളതാണ്. 2-3 തവണകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ തവണ ചില സുഹൃത്തുക്കൾ കേസിൽപ്പെട്ടപ്പോൾ ഞാനും ആ കൂട്ടത്തിലുണ്ട് എന്ന് സ്വയം പറഞ്ഞ് അറസ്റ്റ് വരിക്കുകയായിരുന്നു. അങ്ങനെ റിമാൻഡിൽ പോവുകയായിരുന്നു. പിന്നെ ഈ സ്വർണം പൊട്ടിക്കലിലൊക്കെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്തു, പോലീസ് അറസ്റ്റ് ചെയ്തു. പക്ഷേ എങ്കിലും അയാൾ സ്വതന്ത്രമായി വിഹരിക്കുകയായിരുന്നു, ജാമ്യം വാങ്ങി. ആലോചിച്ച് നോക്കണം, എങ്ങനെയാണത് സാധിക്കുക? ഇത്തരത്തിലുള്ള 23 കേസുകളിലെ പ്രതിയായ ഒരാൾ, അയാൾ ജയിലിൽ കിടക്കാതെ എങ്ങനെ സമൂഹത്തിൽ സ്വതന്ത്രമായി വിഹരിച്ചിരുന്നു, അല്ലെങ്കിൽ സ്വതന്ത്രമായി നടന്നിരുന്നു, കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്തിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതൊക്കെ CPM ഭരിക്കുമ്പോഴാണ്, പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന സമയത്താണ്. അയക്കതിനായിട്ട് എന്തുകൊണ്ട് കാപ്പ ചുമത്തിയില്ല? ഇത്തരത്തിലുള്ള ഒഫൻഡേഴ്സിനെതിരായിട്ട് കാപ്പ ചുമത്തി ഒന്നുകിൽ ജയിലിലാക്കണം, അല്ലെങ്കിൽ നാട് കടത്തണം. അതാണ് ചെയ്യേണ്ടത്. എന്തുകൊണ്ട് ഇയാൾ ഇതിലൊന്നും പെടാതെ നിന്നു? ഇതിൻ്റെയൊക്കെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് അയാൾക്ക് പാർട്ടിയുടെ സഹായം ലഭിച്ചിരുന്നുവെന്നാണ്. പ്രതിസന്ധികൾ വരുമ്പോഴേ പാർട്ടി ഗ്രാമങ്ങളിൽ അയാൾക്ക് ഉളിയിടങ്ങൾ ഒരുങ്ങുമായിരുന്നു എന്നുള്ളതാണ്. നേരിട്ടല്ലെങ്കിലും പാർട്ടിയിലെ പലരുടെയും പിന്തുണ ഇയാൾക്ക് കിട്ടിയിരിക്കാം. അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ സ്വതന്ത്രനായി നടന്നത്. അതുകൊണ്ടാണ് അയാൾ പോലീസിനെ വെല്ലുവിളിച്ചത്. അയാൾ പെട്ടെന്ന് വിചാരിച്ചത് പിണറായി ഭരിക്കുന്ന കാലമാണെന്ന്. ഭരണം മാറിയതൊക്കെ ചിലപ്പോൾ ഓർത്ത് കാണത്തില്ല. പിണറായിയുടെ കാലത്ത് ഇങ്ങനെ സ്വതന്ത്രനായി നടന്നതുപോലെ ഇപ്പോഴും നടക്കാമെന്നാണ് വിചാരിച്ചത്. അതുകൊണ്ടായിരിക്കണമല്ലോ അയാൾ പറ്റുമെങ്കിൽ എന്നെ പിടിക്ക്, അറസ്റ്റ് ചെയ്യ് എന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിച്ചത്, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയത്.
കോതമംഗലത്തെ എസ് ഐ അടക്കം 2 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അയാൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, എന്തോ ചെയ്തു കളയുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അയാൾ അങ്ങനെ പോലീസിനാൽ പിടിക്കപ്പെടാതെ സ്വതന്ത്രനായി അയാളുടെ രീതികളുമായി അയാൾക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. അങ്ങനെ തുടരാമെന്നാണ് കരുതിയത്. എങ്ങനെയാണ് അതിനൊക്കെയുള്ള ധൈര്യം വരുന്നത്? അയാൾ പറഞ്ഞു താൻ പ്രവർത്തിച്ച പാർട്ടി അത് വേറെയാണെന്നുള്ളൊരു ആത്മവിശ്വാസമായിരുന്നു അർജുൻ അയ്യങ്കിക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ പാർട്ടിക്ക് യാതൊരു കാരണവശാലും പരസ്യമായി ഇയാളെ സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വന്നു ചേർന്നത്. അതുകൊണ്ടാണ് പാർട്ടി ഗ്രാമങ്ങളിലും അയാൾക്ക് അഭയം ലഭിച്ചില്ല. അങ്ങനെ ഓടുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലാവുന്നത്. 5 വർഷം പാർട്ടിയിൽ പ്രവർത്തിച്ച, അല്ലെങ്കിൽ ആവശ്യമായ സന്ദർഭങ്ങളിലൊക്കെ പാർട്ടിക്ക് വേണ്ടി പോരാടാനിറങ്ങിയ, അതിൻ്റെ പേരിൽ ജയിലിലായ അവകാശമാണ് അർജുൻ അയ്യങ്കി ഉന്നയിക്കുന്നത്. പക്ഷേ അർജുൻ അയ്യങ്കിക്ക് ഈ പാർട്ടി എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഇത് പാർട്ടി വേറെയാണ്, ഇത് CPM ആണ്. അവരാളുകളെ ഉപയോഗിക്കും, ചൂണ്ടയിൽ കുരുക്കുന്ന ഇര പോലെ അവർ പ്രവർത്തകരെ ഉപയോഗിക്കും. അതിനുശേഷം ആവശ്യം കഴിഞ്ഞാൽ തള്ളിക്കളയും. പിന്നീട് പാർട്ടിക്ക് അവരെ വേണ്ട. അത്തരത്തിലൊരാളാണ് അർജുൻ അയ്യങ്കി. ഇത് അർജുൻ അയ്യങ്കി മാത്രമല്ല, പാർട്ടിക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും ചാവാനും ഇറങ്ങുന്ന ചില ചാവേറുകളുണ്ട്. അവർക്കാണ് അർജുൻ അയ്യങ്കിയുടെ അനുഭവം ഒരു പാഠമാകേണ്ടത്. 5 വർഷമല്ല 50 വർഷം പ്രവർത്തിച്ചാലും നിങ്ങൾക്കൊരാവശ്യം വരുമ്പോൾ പാർട്ടി നിങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്നില്ല. പാർട്ടി തള്ളിപ്പറയും. എത്ര വലിയ നേതാക്കളുടെ കൂടെ അവരെ സേവിച്ചു നിന്നാലും ആവശ്യം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവരെ ഒരു തലവേദനയാണെന്ന് തോന്നിയാൽ, അവരുമായിട്ടുള്ള ബന്ധം അനാവശ്യമാണെന്ന് തോന്നിയാൽ അവരെ തള്ളിപ്പറയുക തന്നെ ചെയ്യും CPM. അതാണ് CPM. അത് മനസ്സിലാക്കേണ്ടത്, പറഞ്ഞല്ലോ, ഇങ്ങനെ പാർട്ടിക്ക് വേണ്ടി ചാവേറാവുന്ന ആളുകളാണ്. കാര്യം ഇതൊക്കെയാണെങ്കിലും അർജുൻ അയ്യങ്കിയുടെ അറസ്റ്റ് പലരെയും പൊള്ളിച്ചിട്ടുണ്ട്. പലർക്കും പേടിയുണ്ട്. ചോദ്യം ചെയ്യലിൽ ഇയാൾ എന്തൊക്കെ വിളിച്ചു പറയും, എത്രയെത്ര രഹസ്യങ്ങൾ പുറത്തേക്ക് വരും. ആ ആശങ്കയുമായി കഴിയുന്നവർ ഇന്ന് പാർട്ടിയിലുണ്ട്.